ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നും ഞങ്ങൾക്ക് രാവിലെ ചപ്പാത്തിയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ എൻ്റെ അപ്പനവിടെ ചപ്പാത്തിക്ക് കുഴച്ച് മടക്കി പരത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനിവിടെ ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടും കൂടെ ചേർന്നാണ് എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ചപ്പാത്തി ടീമാണ് അല്ലേ ചേ? ഞങ്ങൾ രണ്ടും കൂടെ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ചപ്പാത്തിയുടെ കറി കാണണ്ടേ, കാണിച്ചു തരാം. നമ്മൾ ഓൾറെഡി 2 ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതും റെഡി. നല്ല മണമുണ്ട്. നമുക്ക് ഒരാൾ ചപ്പാത്തി എടുത്തുന്നുണ്ടോ, ഭയങ്കര സ്പീഡിൽ പരത്തും. അടുത്തത് ചാച്ചാ, എങ്ങനെയാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ ഇത്രയും ഒരു എക്സ്പേർട്ടായതിൻ്റെ പിന്നിലത്തെ കഥ? ഞാനത് ചെറുതായിട്ടൊന്ന് പറഞ്ഞിരുന്നു. ചെറുപ്പം മുതലേ ചപ്പാത്തി അമ്മ ഉണ്ടാക്കുന്നത് കണ്ട് പഠിക്കുമായിരുന്നു. കണ്ട് പഠിച്ചിട്ടാണ്. അമ്മ വെളിയിലൊക്കെ പോയി ജീവിച്ചല്ലേ, വടക്കേ ഇന്ത്യയിലൊക്കെ. ചപ്പാത്തികൾ ഉണ്ടാക്കി അങ്ങനെ കണ്ട് പഠിച്ച് പിന്നെ സഹായിക്കുമായിരുന്നല്ലോ, അങ്ങനെയും പഠിച്ചു അല്ലേ. അപ്പം ഞാൻ പറഞ്ഞ പോലെ പുള്ളിയുടെ അപ്പൻ നേവിയിലായിരുന്നു. അപ്പോൾ നേവിയിലായിരുന്നു എൻ്റെ വലിയപ്പച്ചനെ. പുള്ളി ഈ റിട്ടയർഡൊക്കെ ആയിട്ട് നാട്ടിൽ വന്ന സമയത്ത് പുള്ളിക്ക് എപ്പോഴും ചപ്പാത്തി വേണം അല്ലേ. പണ്ട് തൊട്ടേ അങ്ങനെ അല്ലേ, ചപ്പാത്തി ഭയങ്കര. അപ്പം ഞങ്ങളുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ചപ്പാത്തി വേണം. അപ്പം പുള്ളിക്ക് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വീട്ടിൽ ഒത്തിരി മക്കളുള്ളപ്പോൾ അല്ലേ ചപ്പാത്തി എല്ലാവർക്കും കൂടെ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പം പോയിരുന്ന് അമ്മയെ സഹായിക്കും അല്ലേ. അങ്ങനെ ഭയങ്കര എക്സ്പേർട്ടായി. ഞാനും ചപ്പാത്തി നല്ലതായിട്ട് ഉണ്ടാക്കും, പക്ഷേ എൻ്റെ അപ്പം സൂപ്പറായിട്ട് ഉണ്ടാക്കും. ഭയങ്കര സ്പീഡാണ് പുള്ളിക്ക്, നല്ല സ്പീഡിലുണ്ടാക്കും. ഷേപ്പാണല്ലോ, കണ്ടില്ലേ, പെർഫെക്റ്റ് ഷേപ്പ് അല്ലേ. നോക്ക്, പെർഫെക്റ്റ് ഷേപ്പ്. ഗൈസ് നോക്കൂ, ചപ്പാത്തിയുടെ കറി മുട്ടക്കറിയാണ്. ഞാൻ ഉണ്ടാക്കിയാണ്. രാവിലെ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി കഴിക്കുമ്പോൾ കാണിച്ചു തരാവേ. ഇതിൻ്റെ കളർ കണ്ടില്ലേ. അടുത്തത് ഗൈസ്, കണ്ടോ എത്ര ചപ്പാത്തി ഉണ്ടാക്കി. ഇപ്പം തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയതേ ഉള്ളൂ. ഇപ്പം തന്നെ ഒരു 3, 4, 5, 6 എണ്ണം ആയെന്ന് തോന്നും. രാവിലെ ഞാൻ അച്ഛനും അമ്മയ്ക്കും ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അവർക്ക് അധികം കടുപ്പം ഇഷ്ടമല്ല. അപ്പോൾ കടുപ്പമില്ലാത്തൊരു ചായയൊക്കെ രാവിലെ ഇട്ടായിരുന്നു. ഇത് കണ്ടോ, ഇറച്ചി ഉണ്ടാക്കിയ നെയ്യ് ഞങ്ങളുടെ അമ്മ എടുത്ത് വെച്ചിരിക്കുകയാണ്. എന്തിനാ അറിയില്ല.